നമസ്കാരം സുഹൃത്തുക്കളെ. 20 दिन 30 दिन 50 दिन 6 महीना वहीं बैठे It's legal. He's requesting an FIR. Sir, already submitted. No. He is requesting an individual FIR for this bullet, for the pellet injury. Okay, bhaiya. Very simple. You are not doing it? Sir, okay. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. രാജ്യത്ത് കാര്യങ്ങളാകെ മാറിമറിഞ്ഞിരിക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പരിപൂർണമായി വിട്ടുപോയിരിക്കുന്നു. രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങി മുന്നിൽ നിന്നാണ് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള പോരാട്ടം നയിക്കുന്നത്. അതോടെ ഒരു വിധത്തിലും പ്രതിരോധിക്കാനാവാത്ത ബന്ധനത്തിലായിരിക്കുകയാണ് മോദിയും ഷായും. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനെതിരെ പോലീസ് നടത്തിയ പെല്ലറ്റ് ഗൺ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി FIR സമർപ്പിക്കുന്നതിനു വേണ്ടി നാളുകളായി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാൻ മോദിയുടെയും ഷായുടെയും പോലീസ് തയ്യാറായില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിദ്യാർത്ഥിയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തി. ഓർക്കണം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നേരിട്ട് പോലീസ് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനോടൊപ്പം FIR സമർപ്പിക്കുന്നതിനു വേണ്ടി എത്തിയെന്ന്. രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് ഇത്. ഇവിടെ രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലെത്തി FIR സമർപ്പിക്കുന്നതിന് വേണ്ടി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ആ വിദ്യാർത്ഥിക്ക് ഏറ്റ പരിക്കുകൾ റിപ്പോർട്ട് വായിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നതും FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചപ്പോൾ 8 മണിക്കൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് ധർണ ഇരുന്നതുമായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിയോടും ആ കുട്ടിയുടെ മാതാപിതാക്കളോടും വക്കീലിനോടും ഒപ്പം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെ FIR സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ആ വിദ്യാർത്ഥിയോടൊപ്പം നിൽക്കുകയാണ്. എന്നാൽ പോലീസ് അതിന് തയ്യാറാവുന്നില്ല. അവർ FIR രജിസ്റ്റർ ചെയ്യുന്നത് കാത്ത് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും വക്കീലും ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ ഉദ്യോഗസ്ഥൻ രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് DCP ഓഫീസിൽ ചെല്ലാൻ എന്ന്. DCP ऑफिस में क्या करना है? सर DCP ऑफिस से जाइए CP ऑफिस. ठीक है, DCP ऑफिस कहाँ है? हमारा पार्लियामेंट थाने का. ठीक है, चलो वहाँ चलते हैं. Let's go. എവിടെയാണ് DCP ഓഫീസ് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഓടി എത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ കാറിന് അരികിലേക്ക്. DCP ऑफिस हमने पुरानी कंप्लेंट की वो मैंने बताया DCP ऑफिस सेम कंप्लेंट हमने आपसे कहा कि आयोग का नंबर അകത്തേക്ക് വരൂ, ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കാമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അകത്തുനിന്ന് പറഞ്ഞത് DCP ഓഫീസിൽ ചെല്ലാനാണ് എന്നാണ്. FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നമ്പർ തരൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു DCP ഓഫീസിൽ ചെല്ലാൻ എന്ന്. എന്നിട്ട് DCP ഓഫീസിലേക്ക് ആ വിദ്യാർത്ഥിയെയും കൂട്ടി രാഹുൽ ഗാന്ധി പോവുകയാണ്. DCP ഓഫീസിന് ഉള്ളിലേക്ക് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും കുടുംബവും വക്കീലും നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇത്. DCP ഓഫീസിൽ എത്തിയ ശേഷം ആ വിദ്യാർത്ഥിയുടെ ശരീരത്ത് പെല്ലറ്റുകൾ പതിച്ച് പരിക്കേറ്റത് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുക്കുകയാണ്. ये सारे जो है इनकी आंख दिखाओ, ये जो इनकी आंख गई है इसके बारे में हम FIR मांगते हैं और ये इनका हक बनता है. ഇതിനെതിരെ FIR സമർപ്പിക്കാനാണ് വന്നത് എന്ന് പറയുന്നു. എന്നിട്ടും അവർ തയ്യാറാവുന്നില്ല. मैं 10 दिन 20 दिन 30 दिन 50 दिन 6 महीना वहीं बैठूंगा. It's legal. He's requesting an FIR. Sir, already submitted. No. He is requesting an individual FIR for this bullet, for the pellet injury. Okay, bhaiya. Very simple. You are not doing it. Sir, okay, let's go. രാഹുൽ ഗാന്ധി കയർത്തുകൊണ്ട് പറയുകയാണ്
10 ദിവസം, 20 ദിവസം, 30 ദിവസം, 50 ദിവസം, 6 മാസം, എത്ര കാലം വേണമെങ്കിലും പുറത്ത് ധർണയിരിക്കും FIR സമർപ്പിക്കുന്നതുവരെ എന്ന് തീർത്ത് പറയുകയാണ്. എന്നിട്ടും അവർ തയ്യാറാവുന്നില്ല. ഒഴിവ് കഴിവുകൾ പറയുന്നു. I will sit there until the FIR is done. I will sit there 1 day, 2 days, 3 days, 5 days, 10 days, 20 days. Your government will have a problem. രാഹുൽ ഗാന്ധി പുറത്ത് ധർണയിരിക്കാൻ പോവുകയാണ് എന്ന് ശക്തമായി പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. പുറത്തുപോയി ഞാൻ തന്നെ ഇരിക്കും, എത്ര കാലം എടുത്താലും FIR രജിസ്റ്റർ ചെയ്യുന്നവരെ. എന്നിട്ടും തയ്യാറാകാത്തതിനാൽ രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും കുടുംബവും വക്കീലും കോൺഗ്രസ് നേതാക്കളും DCP ഓഫീസിന് മുന്നിൽ ധർണയിരിക്കുകയാണ്. കളി രാഹുൽ ഗാന്ധിയോട് നടക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് തെളിയിച്ചു കാണിക്കുകയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. സ്വന്തം കുടുംബത്തെ എന്ന പോലെയാണ് രാഹുലും പ്രിയങ്കയും ഈ കുടുംബത്തെ കാണുന്നത് എന്ന് വ്യക്തമായി കണ്ടല്ലോ അല്ലേ. 100 കണക്കിന് 1000 കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടേക്ക് കുതിച്ചെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ഇവിടെ ധർണയിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. സമയം മുന്നോട്ട് പോകുന്തോറും 1000 കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, എത്രത്തോളം ആളുകളാണ് ഇവിടെ പാഞ്ഞെത്തിയത് എന്ന്. 14-ാം തീയതിയാണ് സാഹിൽ ലോച്ച എന്ന ഈ വിദ്യാർത്ഥി തൻ്റെ വക്കീലിനോടൊപ്പം FIR സമർപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഒരു നടപടിയും ഉണ്ടാകാത്തതിനാൽ 17-ാം തീയതി അവർ ഇമെയിലിലൂടെയും ഫോണിലൂടെയും ഫോളോ അപ്പ് നടത്തി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് ഇന്നലെ രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇവർ നേരിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ അമിത്ഷാ രാജിവെക്കുക എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. इस्तीफा तुमको देना होगा, देना होगा, देना होगा। इस्तीफा तुमको देना होगा, देना होगा, देना होगा। अमित शाह की पुलिस हाय 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 हाय। अमित शाह की पुलिस हाय हाय। രാജ്യത്ത് കാര്യങ്ങൾ മാറിമറിയുകയാണ് എന്ന് മനസ്സിലാക്കിയ ഗോദി മീഡിയകളെല്ലാം പതിവിന് വിപരീതമായി ഇവിടേക്ക് കുതിച്ചെത്തി. അവരോട് രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിക്കേറ്റ പരിക്കുകളും FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാര്യങ്ങളും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ജൂലൈ 20-ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. അതിനുള്ള തെളിവ് എന്താണ്? തെളിവ് ഇതാണ്, നോക്കൂ, ഇതാണ് പെല്ലറ്റുകൾ. ഇവ നന്നായി കണ്ടോളൂ. ഇവ എവിടെ നിന്നാണ് വന്നത്? ഇവ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് വന്നത്. കാണിക്കൂ, ഇവിടെയാണ് പെല്ലറ്റുകൾ തട്ടിയത്. 200 പെല്ലറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിലുണ്ട്. 3 പെല്ലറ്റുകൾ അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ട്. ഇത് എയിംസിലെ റിപ്പോർട്ടാണ്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 200-ലധികം പെല്ലറ്റുകളുണ്ടെന്ന്. കണ്ണിൽ 3 പെല്ലറ്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി ആ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ തൊട്ടടുത്ത് പെല്ലറ്റുകളുണ്ട്. അത് പുറത്തെടുക്കാൻ കഴിയില്ല. ഡൽഹി പോലീസ് പറയുന്നത് ഞങ്ങൾ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. എങ്കിൽ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ പെല്ലറ്റുകൾ പ്രയോഗിച്ചത്? ഒരുപക്ഷെ മറ്റാരെങ്കിലും ഇവരുടെ നേർക്ക് പെല്ലറ്റ് പ്രയോഗിച്ചതാകാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ തന്നെ സ്വയം പ്രയോഗിച്ചതാണോ? പക്ഷേ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, FIR രജിസ്റ്റർ ചെയ്യൂ. ഇന്ത്യയിലെ ഒരു യുവാവാണ് ഇയാൾ. ഇദ്ദേഹത്തിന്റെ അമ്മ ജ്യോതി, അച്ഛൻ ദീപക്, സാഹിൽ എന്നിവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദയവായി ഒരു FIR രജിസ്റ്റർ ചെയ്യൂ എന്നാണ്. മേലധികാരികളിൽ നിന്ന് ഉത്തരവുണ്ടെന്നും FIR ഇടാൻ കഴിയില്ലെന്നുമാണ് അകത്തുനിന്ന് ഞങ്ങളോട് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങില്ല. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യമേ ഉള്ളൂ, FIR, DDR കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഞങ്ങളോട് പറയൂ. ഞങ്ങൾ പോയിക്കൊള്ളാം. ഞങ്ങൾ ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഈ രാജ്യത്ത് അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസും നീതി ലഭിക്കാൻ അനുവദിക്കില്ല. രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥിക്കേറ്റ പരിക്കുകൾ വ്യക്തമാക്കുന്ന എയിംസ് റിപ്പോർട്ട് പരസ്യമായി ഇവിടെ വായിക്കുകയാണ്. History of patient being hit by pellets fired by an unknown police officer near Jantar Mantar, Delhi on 27/26 at about 3 p.m. Following which he came
by self to accident and emergency of LHMC and Srimati SK Hospital, Delhi. Patient is conscious, well oriented to time, place and person. BP, pulse, ये सारे details दिए हैं और यहाँ लिखा है multiple punctuate puncture wounds of size varying from 0.5 cm to 0.8 cm present over the right side of the face, chest, right upper limb and right side of neck. The margins of the wounds are clean, surrounded by contusion and fresh blood is oozing from the wound. അതിനുശേഷം ആ കുട്ടിയുടെ അഡ്വക്കേറ്റ് സ്വാതി സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് അവരെ പരിചയമുണ്ട്. മിടുക്കിയായ വക്കീലാണ്. അവർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. Today the LOP had to come personally to get us one thappa receiving of the complaint. FIR still not registered for the last 10 ये तो बोल रहे थे कल चली ही नहीं है तो ये कहाँ से लेंगे, ये तो मना कर रहे हैं. किसी ने तो मारा होगा. പ്രതിപക്ഷ നേതാവ് നേരിട്ട് എത്തിയിട്ട് പോലും FIR രജിസ്റ്റർ ചെയ്യാൻ അമിത്ഷായുടെ പോലീസ് തയ്യാറായില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി നിങ്ങൾ പോരാടിക്കൊള്ളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. 8 മണിക്കൂറാണ് ഇവിടെ നിന്ന് അനങ്ങാതെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മുന്നിൽ നിന്ന് നയിച്ച് പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. അതിനുശേഷം അമിട്ടിന്റെ പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് സംഘികൾക്കെതിരെയുള്ള പോരാട്ടം നയിക്കുകയാണ്. വലിയ ഭീതിയിലാണ് മോദിയും ഷായും സംഘിക്കൂട്ടം എല്ലാം. അദ്ദേഹത്തെ തടയാനാവില്ല എന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യം വന്നിരിക്കുന്നു. കാരണം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി രാഹുലിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?